വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 24-ാം തീയതി ജൂൺ മാസം 2026. ഈ മാസത്തിൻ്റെ ലാസ്റ്റ് ആഴ്ചയുടെ മന്ത്ലി കോൺട്രാക്റ്റും വീക്ക്ലി കോൺട്രാക്റ്റും അടുത്ത ചൊവ്വാഴ്ചയാണ്, 30-ാം തീയതിയാണ് തീരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം മൊഹറം ലീവ് ഉണ്ട്, ഫ്രൈഡേ ഒരു ദിവസം ലീവ്, ഹോളിഡേ ആണ്, മാർക്കറ്റ് കാണില്ല. സോ ഇന്ന് ബുധനാഴ്ച, നാളെ ഈ 2 ദിവസം നിഫ്റ്റി ഫ്യൂച്ചർ നമുക്ക് നോക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിഫ്റ്റി ഫ്യൂച്ചറിന്റെ 15 മിനിറ്റിന് ക്യാൻഡിൽ സ്റ്റിക്കും കണ്ടിന്യൂവേഷൻ ചാർട്ടുമാണ്. ഈ ഫ്യൂച്ചർ എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രീമിയം മെൽറ്റ് ആകുന്നതും പ്രീമിയം ഗ്രോ ആകുന്നതും ഇതിന്റെ മൂവ് കൊണ്ട് മാത്രമാണ്. കാര്യത്തിൽ ഇതിനകത്ത് മാത്രമേ വോളിയം കാണുള്ളൂ. നിഫ്റ്റി 50, അതായത് സ്പോട്ടിൽ, നിഫ്റ്റി 50യുടെ സ്പോട്ടിൽ വോളിയം കാണൂല. അതിനകത്തുള്ള ഈ മൊമെന്റം എന്ന് പറയുന്നത് സ്റ്റോക്കിന്റെ മൊമെന്റമാണ്. അതായത് നിഫ്റ്റി 50ക്കകത്തുള്ള 50 സ്റ്റോക്കിന്റെ മൂവാണ് അതിനകത്ത് പ്രതിഫലിക്കുന്നത്. ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, മാർക്കറ്റ് അല്ലെങ്കിൽ നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഏത് സ്റ്റോക്ക് ഏത് ഇൻഡെക്സ് ആണെന്നുണ്ടെങ്കിലും അത് ഡേ ഓപ്പൺ എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട്. അവിടെ നിന്നാണ് ഹൈയും ലോയും ക്ലോസും ക്രിയേറ്റ് ചെയ്യുന്നത്. വളരെ ക്ലിയർ ആണ്. അതായത് ഡേ ഓപ്പൺ രാവിലെ 9:15 ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 9:15 പ്രീ മാർക്കറ്റ് നോക്കണ്ട, 9:15 ഓപ്പൺ ആകുന്ന ഒരു പ്രൈസ് ഉണ്ടല്ലോ നിഫ്റ്റിയിൽ, ആ പ്രൈസ് ആണ് ഡേ ഓപ്പൺ. അതിനെ അറ്റ് ദ മണി എന്നാണ് നമ്മൾ പറയുന്നത്. അതിനുശേഷം വയ്ക്കുന്ന ഡേ ഹൈയും അതിനുശേഷം വയ്ക്കുന്ന ഡേ ലോയും. പിന്നെ ഈവനിങ് 3:30 നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്യും, 3:30. ആ ക്ലോസ് ചെയ്യുന്ന പ്രൈസ് ഉണ്ടല്ലോ, അത് അറ്റ് ദ മണിയാണ്. ക്ലോസ് ചെയ്യുന്ന പ്രൈസ് ആണ് അറ്റ് ദ മണി ലാസ്റ്റിലുള്ളത്. അതും ആണ് ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ആസ് എ ഓപ്ഷൻ ബയർ നമുക്ക് നിറച്ച് എന്താ പറയാ, പേഷ്യൻസ് വേണം. അതായത് നിറച്ച് നേരം നമുക്ക് വാച്ച് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. നമ്മൾ ചാടി കയറി എടുക്കേണ്ട ആവശ്യമില്ല. എവിടെ നമുക്ക് എടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾ സ്റ്റഡി ചെയ്ത് നിങ്ങൾ തന്നെ ഒരു സ്ട്രാറ്റജി ഒരു സെറ്റപ്പോ റെഡിയാക്കുക. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ദിവസങ്ങളായിട്ട് പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന പ്രീമിയം നമ്മൾ രാവിലെ തന്നെ, അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ പ്രീമിയം ഇവിടെ പറയുകയാണ്. ഇതാണ് ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ, ഈ പ്രൈസ് പ്രീമിയം ആണ് എന്ന് രാവിലെ തന്നെ നമ്മൾ പറയുകയാണ്. വീഡിയോ പറ്റാത്ത ദിവസം ടെലഗ്രാമിൽ ഇതിന്റെ ചാർട്ടും പോയിന്റ് ഓഫ് കൺട്രോളും എന്താണ് പ്രൈസ് എന്ന് പറഞ്ഞത് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് റെഗുലറായിട്ട്. പറ്റുന്ന ദിവസങ്ങളിൽ വോയിസ് മെസ്സേജും അവിടെ എന്താണ് മാർക്കറ്റിൽ കാണുന്നത് എന്നുള്ളൊരു വോയിസ് മെസ്സേജ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ 160 രൂപയാണ്. 160 എന്ന് പറയുന്ന പോയിന്റ് ഓഫ് കൺട്രോളിന്റെ പ്രീമിയം നോക്കുക. അത് എവിടെ നിന്ന് നോക്കി തുടങ്ങണം എന്നുള്ളത് നിറച്ച ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആണ്. അതായത് ഓപ്പൺ ആകുന്ന ഫ്യൂച്ചർ ഒരു പ്രൈസിലും സ്പോട്ട് ഒരു പ്രൈസിലായിരിക്കും. നിങ്ങൾ 9:15 നോക്കേണ്ടത് നിഫ്റ്റി സ്പോട്ടിന്റെ ഓപ്പൺ ആണ്. എക്സാമ്പിളിന് ഞാൻ പറയാം, നിഫ്റ്റി സ്പോട്ടിലോട്ട് പോവുകയാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, നിറച്ച് കൺഫ്യൂഷൻ ഉണ്ട് ആൾക്കാർക്ക്. ഓക്കെ, സോ ഇവിടെ ഇന്നലത്തെ ഡേ ഓപ്പൺ എവിടെയാണ് വന്നത്, എന്ത് പ്രൈസിലാണ് വന്നത്? 29:15 23-ാം തീയതി രാവിലെ 9:15 ലെഫ്റ്റ് സൈഡിൽ മുകളിൽ നോക്കൂ, 24,074 രൂപ 0.25 എന്ന് പറയുന്ന പ്രൈസ് ലെവലിലാണ് ഓപ്പൺ ആയത്. ഇത് നമുക്ക് അഡ്ഡമണിയായിട്ട് കണക്കാക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം വെച്ചാൽ 50 പോയിന്റ്സിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും ഓരോ സ്ട്രൈക്കിനും. 50 പോയിന്റിന്റെ ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് 24,074 ഓപ്പൺ ആയതുകൊണ്ട് ആ സമയത്ത് 9:15 ആ സമയത്ത് നമുക്ക് അഡ്ഡമണിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന 24,100, അതിൽ 25 പോയിന്റ് അങ്ങോട്ടുണ്ട്. 24,100 നമുക്ക് അഡ്ഡമണിയായിട്ട് കൗണ്ട് ചെയ്യാം, എടുക്കാം. അല്ലെങ്കിൽ 24,050 നമുക്ക് അഡ്ഡമണിയായിട്ട് കണക്കാക്കാം. ഇത് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇതിനകത്ത് വേറൊരു ഭയങ്കരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, എവിടെ ഓപ്പൺ ആയാലും നിഫ്റ്റി, ഈ പറയുന്ന നിഫ്റ്റി എവിടെ ഓപ്പൺ ആയാലും, ഗ്യാപ്പ് ഡൗണോ ഗ്യാപ്പ് അപ്പോ ഏത് സ്ട്രൈക്കിൽ ഓപ്പൺ ആയാലും നമുക്ക് അവിടെ പോയിന്റ് ഓഫ് കൺട്രോൾ കാണണം. പോയിന്റ് ഓഫ് കൺട്രോൾ ആ പ്രൈസ് അവിടെ കാണണം. അത് 95% കാണാറുണ്ട്, ഈ 5% കാണാറില്ല. അത് നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ ശ്രദ്ധിക്കുക. അങ്ങനെ ഓരോ 1 മണിക്കൂർ കൂടുമ്പോഴും അല്ലെങ്കിൽ ഓരോ 15 മിനിറ്റ്, ഞാൻ 15 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂർ കൂടുമ്പോഴേ നോക്കാറുള്ളൂ. മാർക്കറ്റ് പ്രൊഫൈലിനെ സംബന്ധിച്ചിടത്തോളം അരമണിക്കൂറാണ്. സോ അരമണിക്കൂർ കൂടുമ്പോൾ നോക്കാറുള്ളൂ. അങ്ങനെ മാർക്കറ്റിനെ നിങ്ങൾ ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് നോക്കരുത്. ഇതിനകത്ത് നോക്കുമ്പോൾ ഇമോഷൻ കൂടും. ഇമോഷൻ കൂടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ട്രേഡ് എടുക്കാൻ തോന്നും. ഒരു വലിയ ഗ്രീൻ ക്യാൻഡിലോ റെഡ് ക്യാൻഡിലോ കാണുമ്പോൾ ചാടി കയറാൻ തോന്നും. അത് നിങ്ങൾ ചെയ്യരുത്, അവോയ്ഡ് ചെയ്യുക.
ഇപ്പം മാർക്കറ്റ് രാവിലെ 9 തുറന്നു കഴിഞ്ഞാൽ പിന്നെ 9:30 നോക്കിയാൽ മതി എന്താണ് സംഭവിച്ചിരിക്കുന്നത്, പോയിന്റ് ഓഫ് കൺട്രോൾ എങ്ങനെ സംസാരിക്കണേ, എങ്ങനെയാണ് മൂവ് ആയിരിക്കുന്നത് പ്രൈസ്, ആ സ്ട്രൈക്കിൽ നിന്ന് അഡ്ഡ മണിയിൽ നിന്ന് വേറെ അഡ്ഡ മണിയിലോട്ട് മൂവ് ആയിട്ടുണ്ടോ, 50 പോയിന്റ് മുകളിലോട്ട് പോയിട്ടുണ്ടോ, അല്ല 50 പോയിന്റ് താഴോട്ട് വന്നിട്ടുണ്ടോ, ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഇത് നോക്കി ഇതിനനുസരിച്ച് ട്രേഡിലോട്ട് മുന്നോട്ട് പോവുക. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഉപകാരപ്രദമായും തോന്നണം. നിങ്ങൾ റെഗുലറായിട്ട് ഈ അഡ്ഡ മണിയിലുള്ള സിയും പിയും, ആ സ്ട്രൈക്കിലുള്ള സിയും പിയും നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോളായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും നോക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.